ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു ചട്നി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ടൊമാറ്റോ ചട്നിയാണ് ഇന്നത്തെ റെസിപ്പി. അത് നമ്മൾ മസാല ദോശയുടെ കൂടെയോ നെയ് റോസ്റ്റിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ സിമ്പിളായിട്ട് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1-2 ആൾക്ക് കഴിക്കാവുന്ന രീതിക്കുള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ പച്ചമുളകാണ്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. കറിവേപ്പില ആവശ്യത്തിനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർക്കുകയാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു സവാളയാണ്, ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചട്നിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട, അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ടൊമാറ്റോ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിന്നിവിടെ എടുത്തേക്കുന്നത് ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. കുറച്ചുകൂടി ഒരു പഴുത്ത തക്കാളി ആയിരിക്കും കൂടുതൽ നല്ലത്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന തക്കാളി ഒരു മീഡിയം, ഒത്തിരി നന്നായിട്ട് പഴുത്ത് പോയിട്ടില്ലാത്തൊരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വെന്ത് വരുന്ന രീതിക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ഒരു കളർ ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. എരിവിന് നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂൺ വെള്ളമാണ്. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി അത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നല്ലോണം തന്നെ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചട്നി അപ്പോൾ നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് കടുകും കൂടെ ചേർത്തു. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ തക്കാളി ചട്നി ഒത്തിരി കുറുകിപ്പോയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മതി. ഒത്തിരി തിക്കായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം, കുറച്ചുകൂടി ചാറ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ടൊമാറ്റോ ചട്നി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.